നമ്മൾ ഈ പാർട്ടിക്കെതിരെ പറയുന്നു, പാർട്ടി പറഞ്ഞത് അനുസരിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ പാർട്ടിയോട് പറഞ്ഞത് അഭ്യർത്ഥന മാനിച്ച് ഞാൻ മിണ്ടാതിരിക്കുമ്പോഴാണ് ഈ പറയുന്ന ശശി മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്നതാണ്. പിന്നെന്താ പറഞ്ഞത്, ADGP അത്ര മോശക്കാരനല്ല, ഇത് അൻവർ നൽകിയ എല്ലാ പരാതിയും അവജ്ഞയോടുകൂടി തള്ളുന്നു എന്ന് അന്ന് പറഞ്ഞതല്ലേ. അത് പുതിയ സംഭവമല്ലല്ലോ. അല്ലല്ല, ഏതായാലും നമ്മൾ വളരെ സീരിയസ് ആയിട്ട് നിൽക്കുകയാണല്ലോ. ഒരു തമാശ പറഞ്ഞാണ്ട് ബാക്കി പറയാൻ മതി. അത് CM ഉൾക്കൊള്ളുന്ന വിചാരിക്കുന്നത്. CMന് തമാശക്ക് ഇഷ്ടമാണ്. ഇതുവരെ കേരളം കണ്ട CM ഇതുവരെ അമരേഷ് പുരിയായിരുന്നു. ഇന്നത്തെ പത്രസമ്മേളനത്തിൽ കാണുമ്പോൾ ഏകദേശം നമ്മുടെ ഇന്നസെന്റിന്റെ തമാശയൊക്കെ കാണുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം അദ്ദേഹത്തെ വിശാലമായി ചിരിക്കുന്നത് കണ്ടല്ലോ കേരളീയ സമൂഹം. അതിൽ സത്യത്തിൽ സന്തോഷമുണ്ട്. ഈ ശശിക്കെതിരായ പരാതിയെ കുറിച്ച് പറഞ്ഞപ്പോ ഈ ബിസിനസ് ഡീല് നടത്തി ഇടനിലക്കാരനിൽ നിന്നായിരുന്നു പണം തട്ടുന്നത്, അത് അൻവറിന്റെ രീതിയാണെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് എതിരെയുള്ള പരാതികളിൽ അദ്ദേഹം മോശമായി സംസാരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിന് ഒരു നിർത്താതെ ചിരിക്കുകയാണ് ചെയ്തത്. ഇതിനുള്ള ഒരു മറുപടി എന്താ? അല്ല, അത് വളരെ കൃത്യമായ മറുപടി. എന്തിനായിരുന്നു നയനാർ മന്ത്രിസഭയിലെ സെക്രട്ടറി ആയിരുന്ന പൊളിറ്റിക്സ് സെക്രട്ടറി ആയിരുന്നു ശശി അത് ഒഴിവാക്കിയത്? അത് CM മറന്നുപോയോ? ഇപ്പോഴും അദ്ദേഹത്തിന് ക്ലീൻ ചീറ്റ് കൊടുക്കുന്ന CM കണ്ണൂരിലെ 10 സഖാക്കളെ വിളിച്ച് ചോദിക്കട്ടെ എന്ന്. 10 സഖാക്കളെ വിളിച്ചിട്ട് 10-ൽ ഒരാള് ഈ പറയുന്ന P ശശിയെക്കുറിച്ച് നല്ലൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഏർപ്പാടൊക്കെ നിർത്തി പോവാം. അപ്പോൾ അതുപോലും CM അറിയുന്നില്ല. ഗ്രൗണ്ട് റിയാലിറ്റിയുടെ CMന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് അതാണ്. ഈ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യവും അദ്ദേഹം അറിയുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹം ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിയാത്ത പോലെ നടക്കുന്നു. അതാണ് ശശിക്ക് അനുകൂലമായി അദ്ദേഹം ഇന്ന് നടത്തിയ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ശശിക്കെതിരെ ഉന്നയിച്ച അതേ ആരോപണങ്ങളൊക്കെ താങ്കളാണ് ചെയ്തത്, താങ്കളാണ് ബിസിനസ്സുകാർ, താങ്കളാണ് മധ്യസ്ഥം എന്നൊക്കെയുള്ള രീതിയിലാണ് മന്ത്രി. അല്ല, അതാ ഞാൻ പറഞ്ഞത്. അതിനുത്തരാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായില്ലേ? നമ്മളെ പണി എന്താ? ബിസിനസ്സാണ്, ജോലിയാണ്, അധ്വാനിച്ച് ജീവിക്കലാണ്. അപ്പം അതിന്റെ ഭാഗത്ത് പല കച്ചവടങ്ങളുണ്ടാവും. അത് ചിലപ്പോൾ മധ്യസ്ഥം പറയുന്നുണ്ടാവും. 2 കച്ചവടക്കാർ തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ മധ്യസ്ഥം പറയാറുണ്ട്. അത് അവർ വന്ന് ആവശ്യപ്പെടുമ്പോഴാണ്. ശശി നടത്തുന്ന ഇടപെടൽ അങ്ങനെയല്ല. ഒരു വിഭാഗത്തിന്റെ ഒപ്പം എപ്പോഴും ശശി ആരെ സമീപിക്കുക? ശരിയുള്ളവൻ ശശിനെ സമീപിക്കേണ്ട കാര്യമില്ലല്ലോ. ഒരുത്തനെ തരികിടയാക്കണം, അല്ലെങ്കിൽ അവന്റെ പണം കവരണം എന്ന് ഉദ്ദേശിക്കുന്നവരാണ് ഈ പോലീസിന്റെ സഹായം തേടുന്നത്. ആ തേടുന്നവരോടൊപ്പമാണ് ശശി നിൽക്കുന്നത്. ആ പരാതിയാണ് ഞാൻ പാർട്ടി കൊടുത്തിട്ടുള്ളത്. ഒരു അബ്ബാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ചൊരു CPM പ്രവർത്തകനുണ്ടായ അനുഭവത്തെക്കുറിച്ച് ആ പരാതിയിൽ വിസ്തരിക്കുന്നുണ്ട്. നിങ്ങളെന്താ ആരും ആ അബ്ബാസിനെ പോയി കാണാതിരുന്നത്? അബ്ബാസ് എപ്പോഴും CPMകാരനാണല്ലോ. അതിൽ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ഇടപെട്ട കാര്യം ഞാൻ പറയുന്നുണ്ടല്ലോ. കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പോലും ഇടപെട്ടിട്ടൊന്നും നടന്നില്ല. ആ കോഴിക്കോട് സിറ്റിയിൽ നടന്ന ഈ പറയുന്ന എന്താ പറയുക, ബോഗസ് ഡോക്യുമെന്റ്സ് ഉണ്ടാക്കിയിട്ട് ഒരു വ്യക്തിയുടെ ഒരുപാട് ഷോപ്പുകൾ അടിച്ചു മാറ്റുകയാണ്. ഈ ശശിയുടെ നിലപാടെന്താ? കാരണം അവനൊരു മുടക്കില്ല. ശശിക്ക് കിട്ടാൻ 1 കോടി രൂപയാണ് അടിച്ചു മാറ്റുന്നതെങ്കിൽ പോലീസിന്റെ സഹായം കിട്ടി 50 ലക്ഷം ശശി കൊടുത്താലും 50 ലക്ഷം ലാഭമാണ്. ആ പണിയാണ് ശശി എടുക്കുന്നത്. ഞാനൊരു പൊതുപ്രവർത്തകൻ, ഒരു വ്യാപാരി എന്ന നിലയ്ക്ക് ഞാൻ മധ്യസ്ഥം പറയാറുണ്ട് എൻ്റെ അടുത്ത് വരുന്നത്. അത് നമ്മളെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട, നമ്മളെ പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഞാനൊരു മധ്യസ്ഥം ജീവിതത്തിൽ പറഞ്ഞില്ല. ഈ വീട്ടിലാകെ നടക്കാറ് വല്യാപ്പാന്റെ കാലഘട്ടം തൊട്ട് ജനങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിന് മധ്യസ്ഥമാണ് ഈ വീട്ടിൽ നടക്കാറുള്ളത്. ഇതൊരു എന്താ പറയാ, ഒരു സാധാരണ കോടതിയായിരുന്നു കാലങ്ങൾക്ക് മുമ്പ്. ഇപ്പോഴല്ലേ ഇപ്പൊ ഈ സിസ്റ്റങ്ങളൊക്കെ ഇത്രയും സജീവമാകുകയും സംവിധാനം. ഇപ്പോഴും ആളുകൾ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നാട്ടിൽ ആദ്യം നാട്ടുമധ്യസ്ഥത്തിനല്ലേ ശ്രമിക്കുക. അതെല്ലാം കഴിഞ്ഞിട്ടല്ലേ പോലീസിൽ പോവുക. അവിടെയും തീർന്നില്ലെങ്കിൽ അല്ലേ കോടതിയായിട്ട് പോവുക. അപ്പൊ എന്താ പറയുക, എനിക്ക് തോന്നുന്ന ഭയങ്കര ഓർമ്മക്കുറവ് വരുന്നുണ്ട് CMന്. കാര്യങ്ങളെക്കുറിച്ച് പെട്ടെന്ന് വലിയ ഓർമ്മക്കുറവ് വരുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ CM അങ്ങനെ പറയുമോ?